അധ്യായം 13. സഞ്ജയ് അജയ് ചന്ദ്രമോഹന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അതിഥികൾ ഉണ്ടായിരുന്നു. നീ ഇരിക്കെ, ഐ ജി അവനോട് പറഞ്ഞു. വന്നവർ പോയി കഴിഞ്ഞ് അയാൾ അവനിലേക്ക് തിരിഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം നിൽക്കാമോ? ഒരു 10 ദിവസം. അപ്പോൾ കൊച്ചിയിൽ അങ്കിൾ പോയിരിക്കുമോ? ഐ ജി ചിരിച്ചുപോയി. എടച്ചെക്ക, ഇവിടെ ചീഫ് മിനിസ്റ്റർ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ചിലപ്പോൾ 3-4 ദിവസം നീണ്ടു നിൽക്കും. ഞാനൊന്ന് ആവറേജ് കണക്ക് പറഞ്ഞതേ ഉള്ളൂ. സൗത്ത് സോൺ കഴിഞ്ഞു. ഇനി എറണാകുളം മുതൽ വയനാട് വരെ ഉള്ളവർ. സഞ്ജയ് തലയാട്ടി. നീ എൻ്റെ കൂടെ കൂടിക്കോ. അവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. വേണ്ട, എൻ്റെ വീടുണ്ടല്ലോ ഇവിടെ. അത് ഞാനങ്ങ് മറന്നു. ഞാൻ പോവാം. ഇത്രയല്ലേ ഉള്ളൂ. അവൻ എഴുന്നേറ്റു. ഒരു ചായ കുടിച്ചിട്ട് പോ മാഷേ. പുഞ്ചിരിയോടെ ദേവു മുന്നിൽ. വേണ്ട, ശരിയെന്ന് അവൻ മറുപടി പറഞ്ഞു. ഈ കക്ഷിക്ക് ഒരു മാറ്റമില്ല അല്ലേ അച്ഛാ? അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു. അയാളൊന്നും പറഞ്ഞില്ല. സഞ്ജയ് മുൻപ് വീടും പരിസരവും വൃത്തിയാക്കാൻ വരുമായിരുന്ന ജോർജിൻ്റെ മൊബൈലിൽ വിളിച്ചു. വീട് വരെ വരാൻ നിർദ്ദേശിച്ചു. അവൻ പോരുകയാണെന്ന് ഗൗരിയോട് പറഞ്ഞിരുന്നില്ല. ആ ദിവസത്തിന് ശേഷം അവളോടവൻ സംസാരിച്ചുമില്ല. ഗൗരി പലപ്പോഴും മിണ്ടാൻ ഭാവിച്ച് കാത്തു നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു. പക്ഷേ അതവൻ അവഗണിച്ച് കളഞ്ഞു. പേരൂർക്കട പോലീസ് സ്റ്റേഷൻ. ഞാൻ കൊച്ചി ACP സഞ്ജയ് മേനോൻ. സർക്കിളല്ലേ? ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ. എസ് ഐ എഴുന്നേറ്റു. സല്യൂട്ട് ചെയ്തു. ഇല്ല സർ, ഇപ്പോൾ എത്തും. ഞാൻ വിളിക്കാം. വേണ്ട, വരട്ടെ. റഫീഖ് മുഹമ്മദ്. അവൻ നെയിം പ്ലേറ്റിൽ നോക്കി. യെസ് സാർ. എത്ര വർഷമായി ഇവിടെ? 3. 7 വർഷം മുന്നേ ഇവിടെ ഇരുന്ന് ആരെയെങ്കിലും അറിയാമോ? അയാളൊന്ന് ആലോചിച്ചു. ഇല്ല സർ. സാർ? കോൺസ്റ്റബിൾ ശിവൻ പെട്ടെന്ന് അകത്തേക്ക് വന്നു. സല്യൂട്ട് ചെയ്തു. സാർ? ഉണ്ട് സാർ. അന്നിരുന്ന കോൺസ്റ്റബിൾ മനു ട്രാൻസ്ഫറായി കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. റഫീഖ് സാറേ, നമ്മുടെ ASI മനു. ഓ, മനു ഇവിടെയായിരുന്നോ? SI ചോദിച്ചു. അതെ സാറേ. അയാളുണ്ടോ ഇവിടെ? സഞ്ജയ് അവനെ നോക്കി. ഇന്ന് ട്രാഫിക് ഡ്യൂട്ടിയാണ് സർ. വിളിപ്പിക്കണോ? വേണ്ട. വരുമ്പോൾ എൻ്റെ നമ്പറിൽ വിളിക്കാൻ പറയണം. സർക്കിൾ വന്നാൽ എന്നെ വന്ന് കാണാൻ പറയണം. ഞാൻ IG ഓഫീസിലുണ്ട് സർ. അവൻ അവിടെ നിന്ന് ഇറങ്ങി. അന്വേഷിക്കണം ഒന്നുകൂടെ. ഗൗരി പറഞ്ഞത് അവൻ ഓർത്തു. മൊബൈൽ ബെൽ അടിച്ചപ്പോൾ അവൻ നോക്കി. ഗൗരി. അവൻ കോൾ കട്ട് ചെയ്തു. ഗൗരിക്ക് സങ്കടം വന്നു. വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ അവൻ നോക്കി. എന്നോട് വഴക്കിട്ട് എന്നെ ഉപദ്രവിച്ചിട്ട് ഇപ്പം എന്നോട് പിണങ്ങി നടക്കുന്നു. ഗൗരി. അവൻ റിപ്ലൈ കൊടുത്തില്ല. രാത്രി പക്ഷേ അവൻ ഗൗരിയുടെ കോൾ എടുത്തു. സഞ്ജു ചേട്ടാ. ആ വിളിയിൽ ഹൃദയം അലിയുന്നുണ്ട്. അവളെ ഒന്ന് കാണാൻ ആ നിമിഷം അവന് തോന്നി. കേൾക്കുന്നുണ്ടോ? അവനൊന്ന് മൂളി. എന്നാ വരിക? ഞാനവിടെ ഇല്ലാത്തതാ നിനക്ക് നല്ലത്. എല്ലാം കൊണ്ടും ഞാൻ ചീത്തയാ, അവൻ പറഞ്ഞു. ഗൗരി ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ഇത് സഞ്ജു ചേട്ടൻ്റെ വീടാ. ഞാനും. അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എനിക്ക് സഞ്ജു ചേട്ടൻ ഇവിടെ ഉള്ളതാ ഇഷ്ടം. എന്നോട് ദേഷ്യം കാണിച്ചാലും ഇവിടെ ഉണ്ടെങ്കിൽ ആശ്വാസമാണ്. മിയ ചേച്ചി പറയുന്നത് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലെന്നാ. അതുകൊണ്ടാണ് പിന്നാലെ വരുന്നതെന്ന്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല ഞാനിങ്ങനെ. അതിൽ കൂടുതൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ്. എന്നെങ്കിലും അത് മനസ്സിലാവും. നോക്കിക്കോ. കേൾക്കുന്നുണ്ടോ? എന്നോട് ദേഷ്യമാണോ ഇപ്പോഴും? അവൻ കണ്ണുകൾ തുടച്ചു. ഇല്ല. എന്നാ വരിക? എനിക്ക് കുറച്ച് ദിവസത്തെ ഡ്യൂട്ടിയുണ്ട്. ഒരു മീറ്റിംഗ് CMO ആയിട്ട്. വേറെയും കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ വീടൊന്ന് ക്ലീൻ ചെയ്തു. അന്നത്തെ പാറ്റ, പല്ലി, പൂച്ചയൊക്കെ ക്ലിയറാക്കി. ഞാൻ വീട്ടിലുണ്ട്. വീട്ടിലാ സ്റ്റേ. ഞാനും കൂടി വരായിരുന്നു. ഞാൻ ശരിക്കും ആ നാട് കണ്ടിട്ടില്ല. ശരിക്കും വരാൻ തോന്നുന്നുണ്ടോ? അവൾ മൂളി. മഞ്ഞുരുകി തുടങ്ങി. അവിടുത്തെ വിശേഷം? അയൽപ്പക്കത്തെ അവർ ഡിസ്ചാർജായി വന്നോ? ഇന്നലെ വന്നു. സുഷമ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയായി. അവരുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. നിറയെ ആളാണവിടെ. പിന്നൊരു വിശേഷം, ഇവിടെ ഞാനൊരു കുഞ്ഞു തുളസിത്തറ പണിതു. ചെറുത്. മിയ ചേച്ചി പറഞ്ഞിട്ട് ഒരാൾ സിമൻറ്റും ഇഷ്ടികയും ഒക്കെ കൊണ്ടു തന്നു. പിന്നെ കുറച്ച് ചെടിയൊക്കെ വാങ്ങി. ഞാൻ പോയില്ല കേട്ടോ. സുഷമ ചേച്ചി പോയി വാങ്ങി വന്നു. അതൊക്കെ നട്ടു. അവൻ അതിങ്ങനെ കേട്ടിരുന്നു. നന്ദന ചോദിച്ചു എന്നാ വരികയെന്ന്. കോളേജിൽ നിന്നും പ്രിൻസിപ്പൾ വിളിച്ചു. സ്വീകരണമൊക്കെ ഉണ്ടത്രേ. ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. ഞാനെന്താ പറയേണ്ടത്? ഞാൻ നോക്കിയിട്ട് പറയാം, ഫ്രീ ആകുന്ന ദിവസം. അവൾ അതിശയത്തിൽ ഫോണിൽ നോക്കി. ഈശ്വര, സത്യമാണോ? എന്നെ വിടുമോ? അവൾ ചോദിച്ചു. ഇല്ല, നമ്മൾ ഒന്നിച്ചു പോവും. അവൻ പറഞ്ഞു.
ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു. ഇപ്പം എത്ര പാവമാണ്. ദേഷ്യം പിടിപ്പിച്ച തനി മൂർഖൻ. ഗൗരി, സോറി. അന്നത്തെ ദിവസം നീ മറന്നേക്ക്. ഇനി ഉണ്ടാവില്ല. ഗൗരി മൂളി. എന്നെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ എനിക്ക് പിന്നെ ഭ്രാന്ത. അതാണ് ഞാൻ. ശരി, കിടന്നു, ഉറങ്ങിക്കൂ. അവൾ ഫോൺ കട്ട് ചെയ്തു. അന്നത്തെ ദിവസത്തിന് ശേഷം ഇതുവരെ താൻ ശരിക്കും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾ ഓർത്തു. കണ്ണടയ്ക്കുമ്പോൾ താഴ്ന്നു വരുന്ന മുഖം, കഴുത്തിൽ അമർന്ന ചുണ്ടുകളുടെ ചൂട്, ഉടലിൽ ചേർന്ന അവൻ്റെ കൈകളുടെ ശക്തി. അവൾ ഒരു ഉറക്കം കാത്ത് കണ്ണുകൾ അടച്ചു. സഞ്ജയ് ജനാല തുറന്നിട്ട് പുറത്തേക്ക് നോക്കി. ഗൗരി എന്നവൻ വെറുതെ ഉറക്കെ ഒന്ന് വിളിച്ചു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടടി. അവൻ കണ്ണീരോടെ മുഖം ജനാലയിൽ ചേർത്ത് വച്ചു. എന്നെ മറന്നോ എന്ന് മറ്റൊരു മുഖം ചോദിക്കും പോലെ. അവൻ ഞെട്ടലോടെ ഇരുളിലേക്ക് നോക്കി. ഉള്ളു പുകയും പോലെ. പക്ഷേ എങ്ങനെ ചിന്തിച്ചിട്ടും തൻ്റെ ഉള്ളിലിപ്പോൾ ഗൗരിയുടെ മുഖം മാത്രമേ ഉള്ളൂ. അവളുടെ വിളിയൊച്ച, സഞ്ജു ചേട്ടാ എന്നുള്ള കൊഞ്ചൽ. വാശി കാണിച്ചാലും പിണങ്ങിയാലും തിരിച്ചു പോകാനൊരിടമുണ്ട്. അതവളാണ്. അവനിപ്പോൾ അവളെ കാണാൻ തോന്നി. ഫോൺ അടിച്ചപ്പോൾ അവൻ നോക്കി. പരിചയമില്ലാത്ത നമ്പർ. ഹലോ സർ, ഞാൻ മനു, ASI, പേരൂർക്കട പോലീസ് സ്റ്റേഷൻ. മനു, എനിക്ക് തന്നെ ഒന്ന് നേരിട്ട് കാണണം. ഇപ്പോൾ വരാം സർ. സാർ എവിടെയാ? ഞാൻ കവടിയാർ പാലസിനടുത്തുള്ള റോഡിൽ കുറച്ച് വന്നാൽ മതി. ഇവിടെ എത്തിയിട്ട് വിളിക്കും. ഓക്കെ സർ. സമയം 9 ആയതേ ഉള്ളൂ. വരട്ടെ? തനിക്കും ഇഷ്ടം പോലെ സമയമുണ്ട്. മനു വന്നു. സാറിന് ഏത് കേസാണ് അറിയേണ്ടത്? കുറച്ച് സംസാരങ്ങൾക്ക് ശേഷം മനു ചോദിച്ചു. 7 വർഷം മുന്നേ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ പാലത്തിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന കേസ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സർ. അന്ന് ഞാൻ ജോയിൻ ചെയ്ത ദിവസമായിരുന്നു. മറക്കാൻ പറ്റുമോ? അതൊന്ന് ഡീറ്റെയിൽസ് വേണം. സാർ, അത് പ്രതിക്ക് ശിക്ഷ കിട്ടിയല്ലോ. ശരിക്കും അത് കൊലപാതകമാണോ മനു? ആലോചിച്ച് നോക്ക്. ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് അങ്ങനെ ചെയ്യുമോ? അതും പബ്ലിക് റോഡിൽ, പാലത്തിൽ. സാർ, ആ കൊച്ചനെന്തോ അബദ്ധം പറ്റിയതാ. എനിക്കങ്ങനെയാണ് തോന്നിയേ. കണ്ടു നിന്നവർ പറഞ്ഞത് ഈ കൊച്ച് അവൻ്റെ മുഖത്തടിച്ചപ്പോൾ അവൻ പിടിച്ച് തള്ളുകയോ മറ്റോ ചെയ്തു. ചെയ്തതാ. പാലത്തിലെ ഒരു കൈവരി ഇളകിയതായിരുന്നു. അല്ലാതെ മനഃപൂർവ്വമാണെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല സാറേ, അന്ന് ഈ കൊച്ചിൻ്റെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾ ആദ്യം ഇങ്ങനെയാ പറഞ്ഞത്. പിന്നെ കോടതി മൊഴി മാറ്റി. അങ്ങനെയാ ചെറുക്കന് ശിക്ഷ കിട്ടിയത്. മരിച്ച കൊച്ചിൻ്റെ അച്ഛൻ MLA അല്ലായിരുന്നു. വെറുതെ വിടൂ. എല്ലാം കൂടി ആയപ്പോൾ അവന് പൂട്ട് വീണു. സഞ്ജയെ വിയർപ്പിൽ കുളിച്ച് അവൻ്റെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ മനഃപൂർവ്വം ചെയ്തതല്ലേ? എന്തിന്? അല്ല, ഈ പ്രണയം പറയുമ്പോൾ നോ പറഞ്ഞാൽ കൊല്ലുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അതിന് ഈ പയ്യനുമായിട്ടല്ലായിരുന്നല്ലോ ആ പെണ്ണിനടുപ്പം. ഇവൻ്റെ കൂട്ടുകാരനുമായിട്ടായിരുന്നു. സഞ്ജയ് ഞെട്ടിപ്പോയി. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ഈ ചെറുക്കനെല്ലാം പറഞ്ഞു. ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പയ്യനുമായിട്ട് സ്കൂളിൽ തുടങ്ങി ഈ കൊച്ചിന് ബന്ധമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വേറെ ബന്ധം വന്നപ്പോൾ ഇവനെ നൈസായിട്ട് ഒഴിവാക്കി. പെണ്ണല്ലേ വർഗം. കുറച്ച് കൂടുതൽ കാശ്, സൗകര്യം, സൗന്ദര്യമൊക്കെ ഉള്ളവരെ കാണുമ്പോൾ മിക്കവാറും എല്ലാവരും ഇങ്ങനെ തന്നെ. അപ്പോൾ പറഞ്ഞു വന്നത്, അവളെ സ്നേഹിച്ചവൻ അന്തം വിട്ട് സ്നേഹിച്ച് കാണും. അല്ലെങ്കിൽ സംഭവത്തിൻ്റെ തലേന്ന് ഇവളെ അവൻ്റെ കൂടെ കണ്ടപ്പോൾ അവൻ ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? അത് ചോദിക്കാൻ പോയതാ ഇവനും കൂട്ടുകാരും. അതിങ്ങനെയായി. ഇവന് ശിക്ഷ കിട്ടേണ്ട കേസൊന്നും അല്ലായിരുന്നു സാറേ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, MLAയുടെ പിടിപാട്. അവൻ്റെ ഭാവി പോയി. അതുപോട്ടെ, സാറെന്താ ഇപ്പോൾ ഇത് അന്വേഷിച്ച് വരാൻ? സഞ്ജയ്ക്ക് ശബ്ദമില്ലായിരുന്നു. അവൻ ശൂന്യമായ കണ്ണുകളോടെ അയാളെ നോക്കിയിരുന്നു. മീനാക്ഷിയുടെ സുഹൃത്തായ അനഘയ്ക്ക് സഞ്ജയെ പെട്ടെന്ന് മനസ്സിലായില്ല. അവൾ കിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണെന്ന് മനു പറഞ്ഞിരുന്നു. അത് അയാൾ അന്വേഷിച്ച് കണ്ടെത്താൻ 2 ദിവസം എടുത്തു. സഞ്ജയ് ഒരു OP ടിക്കറ്റ് എടുത്തു. എന്നിട്ടാണ് അവളുടെ മുറിയിൽ ചെന്നത്. സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ മാത്രമാണ് അനഘയ്ക്ക് അവനെ മനസ്സിലായത്. സഞ്ജയ് കുറെ മാറി. അവൾ പുഞ്ചിരിച്ചു. എനിക്കൊരു കാര്യം അറിയണം അനഘ. എന്നെ കൂടാതെ മീനാക്ഷി സ്നേഹിച്ച ആ മറ്റേയാൾ ആരാണ്? അനഘ ഒരു നിമിഷം മിണ്ടാതെ അവനെ നോക്കിയിരുന്നു. സഞ്ജയ്, അത് കഴിഞ്ഞുപോയ കാലമല്ലേ? അതെ, പക്ഷെ ഇന്നും എന്നെ പിന്തുടരുന്നുണ്ടത്. എനിക്കതിൽ നിന്നും ഒരു മോചനം വേണം. പ്ലീസ് പറ. മീനാക്ഷിക്കൊക്കെയും ജസ്റ്റ് ഫണ്ണായിരുന്നു. കുറേ ബന്ധങ്ങൾ, ഒക്കെ തമാശ. പക്ഷെ അലക്സ് അങ്ങനെ ആയിരുന്നില്ല. സ്കൂളിൽ ഞങ്ങളുടെ സീനിയറായിരുന്നു. അന്ന് തുടങ്ങിയുള്ളൊരു റിലേഷൻ സ്മൂത്തായി പോകുമ്പോഴാണ് സഞ്ജയുടെ എൻട്രി. പാട്ടുകാരൻ, കാശുകാരൻ, പോരെങ്കിൽ ഒരേ റിലീജിയൻ. അവൾ നിന്നിലോട്ട് വന്നു. അലക്സും നീയും ഒരേ സമയം. നീയും അറിഞ്ഞില്ല, അവനും അറിഞ്ഞില്ല. ഒടുവിൽ പിന്നെ അറിയാലോ എല്ലാം. സഞ്ജയ് കൈകളിൽ മുഖം താങ്ങി അങ്ങനെയിരുന്നു കുറച്ചു നേരം.
വിഡ്ഢിയാക്കപ്പെട്ടവൻ, ചതിക്കപ്പെട്ടവൻ. ഈശ്വര, എത്ര വർഷങ്ങൾ ഇതോർത്ത്. അലക്സ് ഇപ്പോൾ എവിടെയുണ്ട്? അലക്സ് ഇപ്പോ അവളുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. അലക്സ് ഇപ്പോഴും മെന്റൽ ഹോസ്പിറ്റലിലാണ്. സഞ്ജയ് ഞെട്ടിപ്പോയി. നീ എന്തിനാണ് പിന്നെ വിവേകിന്റെ ജീവിതം കളഞ്ഞത്? അവനെതിരെ മൊഴി കൊടുത്തത്? വിവേക് ചേട്ടനെതിരായിട്ട് ഞാൻ മൊഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അനിയത്തി അവർ കൊന്നേനെ. അതായിരുന്നു ഭീഷണി. അച്ഛനും അമ്മയില്ലാത്ത എനിക്ക് ഈ ഭൂമിയിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ അച്ഛനും ആങ്ങളെയും പറഞ്ഞതുപോലെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വിധിയെന്നുണ്ടല്ലോ. എൻ്റെ അനിയത്തി മരിച്ചു. ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു നിരപരാധിയെ ജയിലിലോട്ട് തള്ളിയപ്പോൾ ദൈവം അവളെ അങ്ങെടുത്തു. അനഘ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. ഒടുവിൽ അവൻ എഴുന്നേറ്റു. നിന്റെ വിവാഹം കഴിഞ്ഞു? അവൾ ചോദിച്ചു. സഞ്ജയ് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. യെസ്. ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. സന്തോഷമായി ജീവിക്കാൻ നോക്കും. അവനൊന്നു മൂടി, പിന്നെ ഇറങ്ങിപ്പോരുന്നു. നിഴലിനോട് യുദ്ധം ചെയ്യുകയായിരുന്നു ഈ കാലം മുഴുവൻ. ആരെയൊക്കെയോ വേദനിപ്പിച്ചു, ആരോടൊക്കെയോ പക കൊണ്ട് നടന്നു. എന്തിന്? അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഗൗരി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും താൻ അന്വേഷിക്കില്ല. ജീവിതം മുഴുവൻ അവളെ ഓർത്ത് മറ്റൊരുവളെ കരയിച്ചുകൊണ്ട് ജീവിച്ചേനെ. വിവേക്, അവനെയും താൻ. ഈശ്വര. ജോലികൾ തീർത്തവൻ ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലെത്തി. വരും വഴി വരുണിനെ വിളിച്ചു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവനോട് പറയണമില്ല. പിന്നെ ഗൗരിയോട്. അവൻ തീരുമാനിച്ചു. വരുൺ വന്നപ്പോൾ സഞ്ജയ് മുറിയിലുണ്ട്. നീ എപ്പോ വന്നടാ? ദേ ഇപ്പോൾ വന്നു. നിന്നെ വിളിച്ചു, കുളിച്ചു, അത്ര തന്നെ. സഞ്ജയ് പുഞ്ചിരിച്ചു. ഗൗരി എവിടെ? അമ്പലത്തിൽ പോയിന്ന് സുഷമ്മ പറഞ്ഞു. സഞ്ജയ് പുറത്തേക്ക് നോക്കി. ഇന്നവളുടെ പിറന്നാളാണടാ, മിയ പറയുന്നത് കേട്ടു. റിയലി? എന്നോട് പറഞ്ഞില്ലല്ലോ. സഞ്ജയ് മെല്ലെ പറഞ്ഞു. ബെസ്റ്റ്. പറഞ്ഞിരുന്നെങ്കിൽ ആ കൊച്ചിനെ നീ എന്തെങ്കിലും പറഞ്ഞ് കരയിച്ചേനെ. സന്ധ്യയായില്ലോ. അടുത്ത അമ്പലമുണ്ട്. വരുൺ പുറത്തേക്ക് നോക്കി. കുറച്ചു ദൂരെ നടന്നു പോകുന്ന ഒരെണ്ണമുണ്ട്. നോക്കിയിരിക്കെ ഗേറ്റ് തുറന്നു ഗൗരി. പൊടുന്നനെ സഞ്ജയ് മുറിയിൽ നിന്നിറങ്ങി കോണിപ്പടികൾ ഓടിയിറങ്ങി പൂമുഖത്ത് വന്നു. ഗൗരി അവനെ കണ്ട് ഒരു നിമിഷം നിന്നു. പിന്നെ ആ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. സഞ്ജയുടെ ഹൃദയത്തിൽ എന്തോ ഒന്ന് വന്ന് നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചു. ഗൗരി അതിശയത്തോടെ അവനെ നോക്കി. ഹാപ്പി ബർത്ത്ഡേ. അവൾ നാണത്തിൽ മെല്ലെ ചിരിച്ചു. എന്തു വേണം നിനക്ക്? പറഞ്ഞു. എന്തായാലും സാധിച്ചു തരും. അവൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. വാക്കാണോ? അവൾ കുസൃതിയിൽ നോക്കി. വാക്ക്. എങ്കിൽ രാത്രി എന്നെ ഇതേ ബുള്ളറ്റിൽ കൊണ്ടുപോകും, സിറ്റിയിൽ. അവന്റെ ബുള്ളറ്റ് ചൂണ്ടി അവൾ പറഞ്ഞു. ഇത്രയുള്ളൂ? ഇപ്പൊ ഇത്രയുള്ളൂ. വരുൺ മുകളിലെ നിലയിൽ അവന്റെ മുറിയിൽ നിന്ന് ആ കാഴ്ച കണ്ടു. അന്തം വിട്ടിരിക്കുകയായിരുന്നു. എടാ, ഇനി ഇതൊക്കെ കാണുന്ന ഞാൻ ആത്മാവ് വല്ലോ ആണോ? ഞാൻ ചത്തോ? ഇല്ല, ജീവനുണ്ട്. അവൻ പതിയെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. സഞ്ജയ് പെട്ടെന്ന് ഗൗരിയിൽ നിന്ന് അകന്നു മാറി. ഡാ, നീ മീയെ കൂട്ടി വാ. ഇവളുടെ പിറന്നാളല്ലേ, പുറത്തു പോയി വരാം. സഞ്ജയ് ഉറക്ക പറഞ്ഞു. അയ്യോ വേണ്ടായേ, മക്കളങ്ങ് ഒറ്റയ്ക്ക് പോയാൽ മതി. വരുൺ പോയി. അവൻ അവൾക്കരികിൽ ചെന്നു. നീളൻ പാവാടയിലും ആ ചെറിയ ടോപ്പിലും അവൾ ചെറിയ കുട്ടിയായി തോന്നിച്ചു. മുടി അഴിച്ച് വിതർത്തിയിട്ടിരിക്കുന്നു. അവന്റെ കണ്ണുകൾ അവളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഗൗരി ആ കണ്ണു പൊത്തി. അസത്ത് നോട്ടം. നോക്കിക്കൂടെ? അവൻ ആ കവളിൽ തഴുകി. അയ്യടാ, നീ എൻ്റെ ഭാര്യയല്ലേ, അപ്പൊ എനിക്ക് നോക്കാം. വേണേ തൊടാം. അവൻ കുസൃതിയോടെ അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഗൗരി എതിർത്തില്ല, കുതറി മാറിയില്ല. ഇമ വെട്ടാതെ അവനെ നോക്കി നിന്നു. അവൻ അവളുടെ ചുണ്ടിലൊന്ന് തൊട്ടു. ശ്വാസത്തിന് തീയുടെ ചൂട്. നമ്മൾ മുറ്റത്താട്ടോ. സഞ്ജയ് ചുണ്ടിലൊന്ന് അമർത്തി. റെഡി ആയിക്കോ, പുറത്തു പോവാം. ഈ ഡ്രസ് വേണ്ട, വേറെ ഏതെങ്കിലും. അവൾ ഉത്സാഹത്തോടെ തലയാട്ടി. ബുള്ളറ്റിൽ അവന്റെ പിന്നിൽ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു ഗൗരി. ഞാനിതുവരെ ബുള്ളറ്റിൽ കയറിയിട്ടില്ല, അവൾ ഉറക്കെ പറഞ്ഞു. വീശി അടിക്കുന്ന കാറ്റിൽ അവൾക്ക് കുളിർന്നു. എന്ത് രസാ. അവൾ അവനോടൊന്നുകൂടെ ചേർന്നിരുന്നു. അവളോടെല്ലാം പറയാൻ കരുതി തന്നെയാണ് അവൻ വന്നത്. പക്ഷേ ഇന്ന് അവളുടെ പിറന്നാളാണെന്നറിഞ്ഞപ്പോൾ അവനത് മനസ്സിലടക്കി. വെറുതെ ഇന്നൊരു ദിവസം വേദനിപ്പിക്കേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. പറയാം, പതിയെ. സഞ്ജു ചേട്ടാ പറഞ്ഞു. നമുക്കിതേ ആ തട്ടുകടയിൽ നിന്ന് ദോശ കഴിക്കാം. അവൻ വണ്ടി നിർത്തി. ദേ മുളക് ചട്നി. അവൾ കൈ ചൂണ്ടി. അവൻ ആ നിഷ്കളങ്കതയിലേക്ക് നോക്കി നിന്നു. ദോശ ചട്നിയിൽ മുക്കി അവൻ മെല്ലെ അത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ജീവിതത്തിൽ ആർക്കും ഇതുവരെ അവനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അവൾ മിഴിഞ്ഞ കണ്ണുകൾ ഒന്നുകൂടി വിടർത്തി. കഴിക്ക്, പിറന്നാൾ വാവ, അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. അവനോടുള്ള സ്നേഹം കൊണ്ട് ഗൗരിയുടെ ഉള്ള് നിറഞ്ഞു. അവൾ മെല്ലെ അവനോട് ചേർന്ന് നിന്നു. ഇനിയെന്താ വേണ്ടേ, പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ചോദിച്ചു, നമുക്ക് കുറച്ച് നടക്കാം. അവൾ ആ കൈ പിടിച്ച് അവൻ വണ്ടി ഒതുക്കി ലോക്ക് ചെയ്തു വെച്ചു. അവന്റെ കയ്യിൽ കൈ ചേർത്ത് അവൾ നടന്നു. അതെ, ഞാൻ സഞ്ജു ചേട്ടനെ ആദ്യമായിട്ട് കണ്ടില്ലേ, അവൻ മൂളി. അത് കഴിഞ്ഞൊരു രാത്രി ഞാനത് സ്വപ്നം കണ്ടിട്ടുണ്ട്. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. സത്യം, ഈ യാത്ര, ഈ നടപ്പ്. പിന്നെ അവൾ നിർത്തി. മുഴുവൻ പറ. വേണ്ട, എന്നെ കളിയാക്കൂ. ഇല്ലടി, പറ. എന്നെ വഴിയരികിൽ വെച്ച് ഉമ്മ വയ്ക്കുന്നത്. അവൾ മുഖം പൊത്തി. അവൻ അവളെ പിടിച്ചു നിർത്തി. അയ്യോ വേണ്ട. അത് വഴിയരികിലുള്ള ഒരു മരത്തിന്റെ തണലായിരുന്നു. ആ സ്വപ്നം ഫലിക്കാതിരിക്കണ്ട. ആരെങ്കിലും കാണും. ദേ മൊബൈലിൽ ഫോട്ടോ എടുക്കൂട്ടോ. പബ്ലിക് റോഡിൽ ACPയുടെ പറഞ്ഞു തീരും മുന്നേ സഞ്ജയ് അവളെ ചുംബിച്ചു. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ചുണ്ടിൽ ചുണ്ടിൽ അമർത്തിയൊരുമ്മ. ഗൗരി ആ കൈകളിൽ അമർന്ന് പിടിച്ചു കുനിഞ്ഞു നിന്നു. പിന്നെ മുഖമുയർത്തി. ഇപ്പൊ സഞ്ജു ചേട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളല്ലേ? സഞ്ജയുടെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് അവനൊരു ചിരി കൊണ്ട് മറച്ചു. ഗൗരി ആ തോളിൽ ശിരസ് ചേർത്ത് ആ വിരലിൽ പിടിച്ച് നടന്നു. രാത്രി വളർന്നുകൊണ്ടേയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.